നമസ്കാരം. വാൽമീകി രാമായണം, യഥാർത്ഥ വാൽമീകി രാമായണം വായിച്ചിട്ടുള്ളവർ വളരെ കുറവാണ്. നമ്മൾ വായിച്ചിട്ടുള്ളത് മറ്റ് ചില രാമായണങ്ങളാണ്. കേരളത്തിലാണെങ്കിൽ അധ്യാത്മ രാമായണമാണ്. പക്ഷേ വാൽമീകി രാമായണം വളരെ ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ്. ഞാനിന്ന് പറയാൻ പോകുന്നത് വാൽമീകി മഹർഷി ഇങ്ങനെ ആയതിന് പിന്നിൽ ഒരു സംഭവമുണ്ട്. ആ സംഭവത്തിന് പിന്നിൽ ഒരാളുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണ്. വാൽമീകി മഹർഷി ചെറുപ്പത്തിൽ കൊടുങ്കാട്ടിലകപ്പെടുകയും കാട്ടിലെ നിവാസികൾ അദ്ദേഹത്തെ എടുത്ത് വളർത്തുകയും ചെയ്യുകയും അങ്ങനെ കാട്ടാളനായി മാറിയ ഒരാളാണ്. അപ്പോൾ പേര് രത്നാകരൻ എന്നായിരുന്നു. അപ്പം കാട്ടിൽ ജീവിച്ച ആൾക്കാരുടെ കൂടെ ജീവിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കംപ്ലീറ്റ് ആ ഒരു സ്ട്രക്ചറിലായി തീരുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കാട്ടിലൂടെ പോകുന്ന ആളുകളുടെ കയ്യിൽ നിന്നും വല്ലതൊക്കെ പിടിച്ചു പറിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ പരലിൽ നിന്നും പിടിച്ചു പറിച്ച് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് കഴിക്കുക, അങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു ഉദ്ദേശം, മൃഗങ്ങളെ വേട്ടയാടി ജീവിക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കർമ്മ മേഖല. അപ്പം അങ്ങനെ ഇത് അനുസ്യൂതം തുടർന്നുകൊണ്ടിരുന്ന സമയത്താണ് സപ്തർഷികൾ കാട്ടിലൂടെ പോകുന്ന സമയത്ത് ഈ രത്നാകരൻ സപ്തർഷികളെ കാണുകയും അവരിൽ നിന്ന് വല്ലതും പിടിച്ചു പറിക്കാൻ ഒക്കുമോ എന്നുള്ള ഉദ്ദേശത്തിൽ അവരെ സമീപിക്കുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് അവർ തമ്മിൽ ചില സംസാരങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ സംസാരിച്ച ഭാഷ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മഹർഷിമാർക്ക് അങ്ങനെ ചില പ്രത്യേക കഴിവുകളുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വാൽമീകിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടാകും. ആ സമയത്ത് പറയുന്നുണ്ട്, ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും നിനക്ക് തരാം, പക്ഷേ ഞങ്ങളെ വിശ്വസിക്കുക, ഞാൻ തരാം, പക്ഷെ അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചോദ്യത്തിനൊരു ഉത്തരം കിട്ടണം. എന്താണ്? നീ ഈ ചെയ്യുന്ന കർമ്മത്തിൽ ഒരു പാപം ഇരിപ്പുണ്ട്. ആ പാപത്തിൻ്റെ ഫലം നീ ഇത് കൊടുത്ത് ഇത് അനുഭവിച്ച് ജീവിക്കുന്ന ആൾക്കാർ നിൻ്റെ കൂടെ ഉണ്ടല്ലോ, അവരത് ഷെയർ ചെയ്യാൻ തയ്യാറാണോ അല്ലെ പങ്കിടാൻ തയ്യാറാണോ എന്നൊന്ന് ചോദിച്ചിട്ട് വരാൻ പറയും. അങ്ങനെ വാൽമീകി മഹർഷി നേരെ വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെന്നിട്ട് അതിൻ്റെ പത്നിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, ഞാനീ ചെയ്ത് കൂട്ടുന്ന പാപങ്ങളുണ്ടല്ലോ, മറ്റു പലരുടെയും കാര്യങ്ങൾ അവഹരിക്കുക, അല്ലെ കൊല്ലുക, ജീവികളെ കൊല്ലുക, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പാപമുണ്ട്. അപ്പോൾ പാപത്തിൻ്റെ ഫലം നിങ്ങൾ എടുക്കുമോ, നിങ്ങൾ അനുഭവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഭാര്യ പെട്ടെന്ന് തന്നെ പറയും, ഇല്ല, നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ട, നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഷെയർ ഞങ്ങൾ എടുക്കില്ല, ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരനൊരു എവിടെ ഒരു സ്പാർക്കുണ്ടായി, ചിന്ത ഇഷ്ടനായി. നേരെ തിരിച്ചില്ലാണ് സപ്തർഷികളുടെ അടുത്ത്. അപ്പോൾ അവർ ചോദിച്ചു, എന്താ മറുപടിയാണ് പറഞ്ഞു? ഭാര്യ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം ഞാൻ തന്നെ അനുഭവിച്ചോണം, കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഷെയർ ചെയ്യാം, പക്ഷേ അതിൻ്റെ കർമ്മത്തിലൂടെ ഉണ്ടാകുന്ന റിസൾട്ട് അനുഭവിക്കാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങളതിനെ അനുഭവിച്ചു. അപ്പോൾ വാൽമീകി മഹർഷിയുടെ ഭാര്യയൊന്നും ആരും ചർച്ച ചെയ്തിട്ടില്ല. അതും ചർച്ച ചെയ്യാതെ പോയ ഒരു സ്ത്രീരത്നമാണ്. അപ്പോൾ ഭാര്യ ആ കൊടുത്ത ഉത്തരത്തിൽ നിന്നാണ് വാൽമീകി മഹർഷിക്ക് സ്പാർക്ക് ഉണ്ടാകുന്നത്, ചിന്ത തുടങ്ങുന്നത്. അങ്ങനെ സപ്തർഷികളുടെ അടുത്ത് വന്നപ്പോൾ തന്നെ ആളൊരു പകുതി ജീവൻ പോയ പോലായി. അങ്ങനെ സപ്തർഷികൾ പിന്നീട് ഇവർ തമ്മിലുള്ള സംവാദത്തിലാണ് രത്നാകരൻ കുറച്ച് നേരത്തെ സ്പീഡൊന്നുമില്ല, ചിന്തകൾ വേറെ ലെവലിലേക്ക് മാറുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തിട്ട് അവിടുന്ന് പോവാണ്. പിന്നെ അവിടെ ഇരുന്ന് ധ്യാനിച്ചിട്ടാണ് ചിതൽപുറ്റ് കയറുന്നതും. വാൽമീകം എന്ന് വെച്ചാൽ ചിതൽപുറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇരുന്നിരുന്ന് ചിതൽ കയറി എന്നാണ് പറയുന്നത്. ആൾ ചിതൽ കയറിയിട്ട് അവസാനം ചിതൽപുറ്റ് പൊളിച്ച് പുറത്ത് വരുന്നു. അതുകൊണ്ടാണ് വാൽമീകി എന്ന പേര് വരുന്നത്. അപ്പോൾ വാൽമീകി മഹർഷിക്ക് ഇങ്ങനെ ഒരു ഡൈവേർഷൻ ലൈഫിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ആരാണ്? ഭാര്യയാണ് യഥാർത്ഥത്തിൽ. അപ്പം നമ്മളെപ്പോഴും സ്ത്രീകളുടെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിട്ടുപോകുന്ന ഒരാളാണ്. വാൽമീകി മഹർഷിയുടെ ഭാര്യ ആരാണെന്ന് നോക്കിയാൽ പോലും നിങ്ങൾക്ക് കിട്ടുകയില്ല, വലിയ പ്രയാസമാണ്. അപ്പം ആ സ്ത്രീയാണ് വാൽമീകി മഹർഷി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള മൂല കാരണം എന്ന് പറയുന്നത്. ഒരൊറ്റ ചോദ്യം, അല്ല ചോദ്യത്തിന് കൊടുത്ത ഒരൊറ്റ മറുപടി. ആ മറുപടിയാണ് ഈ രാമായണം എന്ന് പറയുന്ന ആ ഇതിഹാസം ഉണ്ടാകാനായിട്ട് മെയിൻ കാരണമെന്ന് ഞാൻ പറയും. വാൽമീകി മഹർഷിയുടെ പത്നിക്ക് നമുക്കൊരു
പ്രത്യേക ബഹുമാനം കൊടുക്കേണ്ട ആളല്ലേ. സ്ത്രീരത്നങ്ങളിൽ ആദ്യത്തെ നമ്മുടെ ഗ്രന്ഥരചനയിൽ ആദ്യത്തെ ഗ്രന്ഥം എന്ന് പറയുന്നത് രാമായണമാണ്. അപ്പം അങ്ങനെ രാമായണത്തിൽ വരുന്ന ആദ്യത്തെ ആ ഒരു സ്ത്രീരത്നത്തെ ഓർക്കാതെ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കുന്നത്? അപ്പോൾ അറിവിനായിട്ട് വാൽമീകി മഹർഷിക്ക് ഡൈവേർഷൻ, ഒരു ഒരു ചേഞ്ച്, വഴിമാറ്റി തിരിച്ചു വിട്ടത് അദ്ദേഹത്തിൻ്റെ പത്നിയാണ്. അപ്പം ആ അമ്മയ്ക്ക് ഒരു നമസ്കാരം.